നമുക്കറിയാം ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എത്ര വർഷം ജീവിച്ചാലും, എത്ര നമ്മൾ ഭക്തിയില് വിശുദ്ധിയിൽ വളർന്നു എന്ന് പറഞ്ഞാലും അവസാനം വരെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ജീവിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ജീവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ എത്ര ഭക്തിയോടെ ജീവിച്ചാലും നമ്മുടെ പുറകില് ഈ അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ ദൈവദാസന്മാരൊക്കെ ഈ അപകടങ്ങളിൽ പലപ്പോഴും വീണു പോയിട്ടുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ഇൻസുലേറ്റഡ് അല്ല, സുരക്ഷിതരല്ല, ആ വിധത്തിൽ സുരക്ഷിതരല്ല സൂക്ഷിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ശരിയായ വിധത്തിൽ നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്ത് റൈഡാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു അല്പം ഒന്ന് നമ്മുടെ കണ്ണ് ചിമ്മിയാൽ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ അപകടം ഉറപ്പാണെന്നുള്ളത് വാഹനം ഓടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആളുകള് പലപ്പോഴും ക്രിസ്തീയ ജീവിതം വളരെ കാഷ്വൽ ആയിട്ടാണ് എടുക്കാറ് എന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു. ശരിയാണ്, പാപം ചെയ്തു കഴിഞ്ഞാൽ ദുഃഖിക്കണം, മാനസാന്തരപ്പെടണം. പക്ഷേ അത് ജീവിതം കെയർഫുൾ ആയിട്ട് ജീവിക്കാത്തതുകൊണ്ട് പലപ്പോഴും അങ്ങനെ വീണിട്ടുള്ളതാണ്. എന്നിട്ട് ദേ കട്ട് എ സോറി ഫിഗർ. അപ്പൊ അത് പിന്നെ അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ അനന്തരഫലങ്ങൾ വരുമ്പോൾ വലിയ വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ചില കോൺസിക്വൻസസ്, അനന്തരഫലങ്ങള് നമുക്ക് ദൈവവചനത്തിൽ കാണാം, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കാണാം. അത് നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ തലമുറകളെയും അഫക്റ്റ് ചെയ്യും, നമ്മളായിരിക്കുന്ന നമ്മുടെ സഭയൊക്കെ അഫക്റ്റ് ചെയ്യും. അത് അതിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യത്തില് നമുക്കറിയാം, സംശയമില്ല. ശരി, ഞാൻ ഇന്ന് 2 ശമൂവേൽ 13 അധ്യായത്തിൽ നിന്നുള്ള ഒരു വലിയ ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിലുള്ള ഒരു 5 ആളുകളാണ് നമ്മൾ കാണുന്നത്. ഞാന് ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള വിചാരത്തിൽ ഞാൻ അങ്ങ് പോവുകയാണെങ്കിലും വളരെ പെട്ടെന്ന് അതിന്റെ ചുരുക്കമായിട്ടൊന്ന് പറയാം. 2 ശമൂവേൽ 13 അധ്യായത്തില് വളരെ ദുഃഖകരമായ, ബൈബിളിലെ ചില അധ്യായങ്ങൾ വളരെ ദുഃഖകരമായ അധ്യായങ്ങളാണ്. അതിലൊന്നാണ് 2 ശമൂവേൽ 13 അധ്യായം. ദാവീദിന്റെ മൂത്ത മകനായ അമ്നോന് തന്റെ തന്റെ പെങ്ങൾ, അതായത് വേറൊരു അമ്മയില്, ദാവീദിന്റെ വേറൊരു ഭാര്യയിലുണ്ടായ മകളായ താമാറിൽ തനിക്ക് പ്രേമം ജനിക്കുകയാണ്. അപ്പൊ അത് തനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട്, കാരണം തന്റെ സഹോദരിയാണല്ലോ. പക്ഷേ അവന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, യോനാദാബ് എന്നൊരു മനുഷ്യൻ. അവൻ ഇവന്റെ മുഖം കണ്ടിട്ട് എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ച് അവനോട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അത് സാരമില്ല, ഞാൻ ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ എന്താ ചെയ്യുന്നത്, നീ ഇങ്ങനെ അസുഖം നടിച്ചു കിടക്കുക, അപ്പം നിന്റെ അപ്പം വരും, അപ്പൊ അപ്പനോട് പറയുക താമാർ വന്ന് എനിക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ, അങ്ങനെ താമാർ വരുമ്പോ നിനക്ക് ബോധിച്ച പോലെ നീ അവളോട് ചെയ്യുക എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് പ്രകാരം അമ്നോൻ രോഗം നടിച്ച് കിടക്കുകയും ദാവീദ് വന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കാര്യം എന്ന് പറയുകയും അങ്ങനെ താമാറിനെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വിടുകയും ചെയ്യുകയാണ്. താമാർ വന്ന് ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവള് ഉള്ളിലേക്ക് റൂമിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ട് തരട്ടെ എന്ന് പറഞ്ഞ് ആ ഭക്ഷണം ഉള്ളിലേക്ക് കൊണ്ടുവന്നു, വാതിലടച്ചു. അങ്ങനെ അവളെ ബലാത്കാരം ചെയ്ത് അങ്ങനെ അവളോട് ചെയ്യരുതാത്തത് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടിയായിട്ട് അവളോടുള്ള വെറുപ്പായി അവളെ പുറത്താക്കി വാതിലടച്ചു. അവള് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ദാവീദ് വിവരം അറിഞ്ഞു. ദാവീദിന് കോപമുണ്ടായി. അവളുടെ സഹോദരനായ അബ്ശാലോം, നേരിട്ടുള്ള സഹോദരനായ അബ്ശാലോം കാര്യം പറഞ്ഞു. തൽക്കാലം മിണ്ടാതിരിക്കുക സഹോദരി എന്നൊക്കെ പറഞ്ഞ് അവളെ വീട്ടിൽ പാർപ്പിച്ചു. ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായ സംഭവം നമുക്കറിയാം. അവരുടെ രോമം കത്തിരിക്കുന്ന ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു അടിയന്തരത്തില് ഇവരെയൊക്കെ വിളിച്ചിട്ട് അബ്ശാലോം അമ്നോനെ കൊന്ന ഒരു സംഭവ കഥയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ 5 ആളുകളെ കുറിച്ച്, അമ്നോൻ, യോനാദാബ്, അതുപോലെ താമാർ, അതുപോലെ ദാവീദ്, അബ്ശാലോം, ഈ 5 പേരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്താൽ ഉണ്ടാകാവുന്ന ചില അപകടങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആളാണ് അമ്നോൻ. അപ്പൊ അമ്നോന്റെ ജീവിതത്തിൽ അമ്നോനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ദ ഡേഞ്ചർ ഓഫ് ഹാർബറിംഗ് ലസ്റ്റ്. അതായത് അനിയന്ത്രിതമായ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഒന്നാണ് ലസ്റ്റ്. അങ്ങനെയുള്ള ഭോഗാസക്തി എന്ന് പറയും. ആ ഭോഗാസക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയൊരു അപകടത്തെയാണ്
നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഡേഞ്ചർ ഓഫ് ഹാർബറിംഗ് ലസ്റ്റ്. അതാണ് അമ്നോൻ അതിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമുക്ക് ദൈവം കർത്താവ് നമ്മെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ആഗ്രഹങ്ങളോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ആഗ്രഹങ്ങളില്ലാത്തൊരു മനുഷ്യനില്ല. അല്ലെങ്കിൽ ആഗ്രഹം നമുക്ക് വളരെ ആവശ്യമാണ്. ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വേണം. അതുപോലെ ജീവിക്കാനുള്ള ആഗ്രഹം വേണം. അതുപോലെ വളരാനുള്ള ആഗ്രഹം വേണം. ജോലി ചെയ്യാനുള്ള ആഗ്രഹം വേണം. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് മെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ തകതിരിഞ്ഞതായി പോയി, നിയമവിരുദ്ധമായി പോയി. അതായത് ആ പഴം പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്ന നിയമത്തെ വിരുദ്ധമായി പോയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് നമുക്കറിയാം. അങ്ങനെ പാപം കടന്നു വന്നതോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിയമവിരുദ്ധവും അതുപോലെ നിയന്ത്രണാതീതവുമായി പോവുകയാണ് ചെയ്തത്. അതിനാണ് ഈ ലസ്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഈ ഭോഗാസക്തി എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ ആസക്തിയെ നിയന്ത്രിക്കേണ്ടതിനായിട്ടാണ് പിന്നീട് 10 കൽപ്പനകൾ കൊടുത്തത്. ആ 10 കൽപ്പന നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ആസക്തിയെ, അതായത് ദൈവത്തെ വിട്ട് മറ്റു ദൈവങ്ങളുടെ പുറകെ പോകാനുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആസക്തിയും, അതുപോലെ മനുഷ്യനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ആസക്തിയും, അതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതിനുള്ള പിന്നെയുള്ള എന്താ പറയുന്നത്, ശിക്ഷയുമാണ് നമുക്ക് ആ 10 അതിനോട് പിന്നീട് നമ്മൾ കാണുന്നത്. അതാണല്ലോ പഴയ നിയമം എന്ന് പറഞ്ഞാൽ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ഈ പ്രശ്നത്തെയാണ് നാം അപ്രകാരം അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ നാം ആഗ്രഹിക്കാനായിട്ട് പോകുമ്പോൾ അത് നമ്മളെയും നമ്മുടെ സൊസൈറ്റിയെയും അത് തെറ്റായി തീർച്ചയായിട്ടും വല്ലാതെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, എനിക്ക് തോന്നുന്നു മാർട്ടിൻ ലൂതർ ആണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും കേട്ടുള്ളതാണ്, നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ധാരാളം പക്ഷികൾ പറക്കുന്നുണ്ട്. നമുക്ക് അവയൊന്നും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ തലയിൽ അത് കൂട് കൂട്ടുന്നതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവയെ തടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പ്രതിദിന ജീവിതത്തിൽ നമ്മളോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുടെ ബന്ധത്തിലൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രതിദിനം കടന്നു വരും. പക്ഷേ അവിടെയൊക്കെ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം നമ്മൾ അതിനെ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടറിങ് എപ്പോഴും നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ചിലത് നമുക്ക് കാണുമ്പോൾ ഇറ്റ് മേ സീം ഹാംലെസ്, അതായത് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. കാരണം നമ്മുടെ കണ്ണുകൾ പലപ്പോഴും ലോകക്കാർ കാണുന്ന പോലെ നമ്മൾ കണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ലോകക്കാർ ചെയ്യുന്നതും ലോകത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചുള്ളതായതുകൊണ്ട് നമുക്കും അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കും അത് ആഗ്രഹിക്കാം എന്നൊരു ചിന്ത വന്നേക്കാം. But be very careful. We have to filter each and every thoughts, every desires that come in our life. ബൈബിൾ നമുക്കറിയാലോ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലസ്റ്റ് എന്നുള്ളത് they always war within us with our spirit. റോമാലേഖനത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. നമ്മുടെ ശരീരവും, നമ്മുടെ ഈ ശരീരം അല്ലെങ്കിൽ ഈ ഭോഗാസക്തി, ഈ ലസ്റ്റ് നമ്മുടെ ആത്മാവുമായിട്ട് എപ്പോഴും അവിടെ ഒരു സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദിപിതാക്കന്മാരുടെ വീഴ്ചയ്ക്ക് കാരണം അവർക്ക് അനുവദനീയമല്ലായിരുന്ന ആ ആഗ്രഹത്തെ അവർ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബൈബിളില് ആ വിധത്തിലുള്ള ചില ആഗ്രഹങ്ങളെ കുറിച്ച്, അനുവദനീയമല്ലാത്ത ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് ഫസ്റ്റ് തിമോത്തിയിൽ വായിക്കുന്നതാണ്. അതായത് the desire to be rich is a root cause. The love of money is the root cause of all evil. ശരിയല്ലാത്ത വിധത്തിൽ കാശ് സമ്പാദിക്കാനുള്ള ആഗ്രഹം അതൊരു ആസക്തിയാണ്. നമുക്ക് ബൈബിളിൽ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആഖാൻ, ഗേഹസി, അതുപോലെ യൂദാസ് ഇസ്കറിയോത്ത്, പിന്നെ സൈമൺ, ഇവർ അങ്ങനെ കുറെ ആളുകൾ നമ്മൾ അങ്ങനെ വീണിട്ടുള്ളതായിട്ട്, അവരുടെ ആസക്തിയെ തീർക്കാനായിട്ട് അവർ പൈസയുടെ പുറകെ പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏശാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് അവന്റെ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, തന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ തന്റെ വലിയ ആത്മീയ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഡിസയർ ടു ബി നമ്പർ 1 അതായിരുന്നു അവരുടെ ആഗ്രഹം. ശരിയല്ലാത്ത ആഗ്രഹമായിരുന്നു അത്. കാരണം കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ളത് അവരുടെ ചിന്താഗതി തന്നെ തെറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം അവര് ഹമ്പിളായിട്ടായിരുന്നു അവര് ഒന്നാമതാവണ്ട് എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. ലസ്റ്റ് ഓഫ് ദ തിങ്സ്, ചില സാധനങ്ങളോടുള്ള ആഗ്രഹങ്ങള്, ഇതെല്ലാം നമുക്ക് ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും. ആഹാബിനെ സംബന്ധിച്ചിടത്തോളം നാബോത്തിന്റെ ആ മുന്തിരിത്തോട്ടം
അത് തനിക്ക് ശരിയല്ലാത്ത ആഗ്രഹിക്കരുതാത്തതായിരുന്നു. കാരണം അവന് പരമ്പരാഗതമായി അവന്റെ കുടുംബക്കാരിൽ നിന്ന് അവന് കിട്ടിയതാണ്. അങ്ങനെ കൊടുക്കാനായിട്ട് വിൽക്കാനായിട്ട് ദൈവം അവനെ അനുവദിക്കുന്നില്ല. അതറിയാവുന്ന രാജാവ് പക്ഷേ തന്റെ അനിയന്ത്രിതമായ ആഗ്രഹത്തിനായിട്ട് അത് ആഗ്രഹിച്ചു. ലൈംഗിക ആഗ്രഹം ദൈവം നല്ലതായിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ശരീരത്തിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും നമുക്കറിയാം വിവാഹത്തിന് വെളിയിൽ അത് വരുമ്പോൾ അത് ഒരിക്കലും അനുവദനീയമല്ലാത്തൊരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഓരോ ആഗ്രഹങ്ങളെയും നാം അതിനൊക്കെയും ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ അമ്നോന് സംഭവിച്ച പോലെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിങ്ങനെ ഈ എസ്കിമോകള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഉത്തര ധ്രുവത്തിൽ താമസിക്കുന്ന നിങ്ങളൊക്കെ കുറച്ചുകൂടെ അവരെ കുറിച്ച് അറിയാമായിരിക്കും, അടുത്തറിയാം. അപ്പോ ഈ എസ്കിമോകള് ചെന്നായ്ക്കളെ പിടിക്കുന്ന ഒരു എങ്ങനെയാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കത്തിയില്, നല്ല മൂർച്ചയുള്ള കത്തിയില് ചോര, മൃഗങ്ങളുടെ ചോര ഇങ്ങനെ തേച്ച് പല ലെയർ ആയിട്ട് തേച്ച് വെച്ചിട്ട് അതിങ്ങനെ ഫ്രീസ് ആവും. എന്നിട്ട് അത് രാത്രിയില് ഐസിൽ ഇങ്ങനെ കുത്തി നിർത്തും. അപ്പോ ഈ ചോരയുടെ മണം കിട്ടിയിട്ട് ചെന്നായ്ക്കൾ വരും. ചെന്നായ് വന്നിട്ട് അതങ്ങ് നക്കാൻ തുടങ്ങും. അപ്പൊ നക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉള്ള ചോര. അപ്പൊ അവൻ ഇങ്ങനെ ആർത്തിയോടെ അത് നക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കുറച്ചു നേരം നക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ? ആ നൈഫിന്റെ ആ കത്തിയുടെ ബെയർ എഡ്ജിലേക്ക് എത്തും. അങ്ങനെ അവന് നക്കുമ്പോൾ അവന്റെ ആ നാവ് അവിടെ വെച്ച് മുറിയും. നാവ് മുറിയുമ്പോൾ അവന്റെ വായിൽ നിന്ന് ചോര വരും. ചോര വരുമ്പോൾ അവന് കിട്ടുന്നത് ഫ്രഷ് ചോരയാണ് കിട്ടുന്നത്. അപ്പൊ അവൻ കൂടുതൽ ആർത്തിയോടെ നക്കും. അങ്ങനെ കൂടുതൽ ആർത്തിയോടെ നക്കുമ്പോൾ അവന്റെ നാവ് കൂടുതലായിട്ട് മുറിയും. അപ്പൊ അവന്റെ ശരീരത്തിൽ നിന്ന് ചോര പോകുന്നതുകൊണ്ട് അവൻ ഡീഹൈഡ്രേറ്റ് ആകും. ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ അവന് ഈ ചോര കിട്ടുകയാണ്. അപ്പൊ സ്വന്തം ശരീരത്തിൽ നിന്നാണ് ചോര പോകുന്നതെന്ന് അറിയാതെ ഈ ചോര അവൻ ആവേശത്തോടെ വീണ്ടും 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 നക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. അവസാനം സംഭവിക്കുന്നത് ആ കത്തിയുടെ ചുവട്ടിൽ അവൻ വീണ് കിടന്ന് ചാകുകയാണ്. സോ ഇതുപോലെയാണ് നമുക്കറിയാം, ശരിയല്ലാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോയാൽ ആദ്യമൊക്കെ വളരെ സന്തോഷം തരുന്നതാണെങ്കിലും പിന്നീട് അതിന്റെ വിപത്ത് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് അമ്നോന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നാം നിയന്ത്രിക്കാതെ പോയാൽ അപ്പൊ അടുത്ത ഡേഞ്ചർ നമ്മുടെ വാതിക്കൽ നിൽക്കുകയാണ്. ആ അടുത്ത ഡേഞ്ചർ ആണ് ദ ഡേഞ്ചർ ഓഫ് ഈവിൾ കൗൺസിൽ. അതാണ് ജോനാദാബിന്റെ ജീവിതം. ജോനാദാബിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡേഞ്ചർ ഓഫ് ഈവിൾ കൗൺസിൽ, അതായത് ദുഷ്ട ആലോചനയുടെ അപകടമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാതെ നാം നിർത്തുമ്പോൾ ദൈവവചനത്തിനനുസരിച്ച് അവിടെ നമ്മൾ തടയിടുന്നില്ലെങ്കിൽ, പ്രാർത്ഥിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ച്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ദുഷ്ട ആലോചനയുമായി കടന്നു വരാൻ ചിലരുണ്ടാവും. അതാണ് യോനാദാബ്. നമുക്കറിയാം, ആളുകള് പൊതുവെ മറ്റുള്ളവരോട് ആലോചന ചോദിക്കുന്നവരാണ് പൊതുവെ. മാത്രമല്ല ബൈബിളിൽ അങ്ങനെ ആലോചന ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ എന്തോരം സ്ഥലങ്ങളിലാണ് നമുക്കറിയാം, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നുവെന്നും ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ എന്താ പറയുക അവ സാധിക്കുന്നു. സദൃശവാക്യങ്ങൾ 1:5, 11:14, 20:15, അങ്ങനെ 24:5, 6 അങ്ങനെ കുറെ വാക്യങ്ങൾ നമുക്കറിയാം. ആലോചന, കൗൺസിൽ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. വി നീഡ് ടു ആസ്ക് കൗൺസിൽ ഫ്രം അതേഴ്സ്. ആരും ഇങ്ങനെ ഒരു ആലോചന ചോദിക്കാതെ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യരുത്. പക്ഷേ അതോടൊപ്പം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 12:5 അതുപോലെ സങ്കീർത്തനം 1:1 നമ്മൾ വായിക്കുന്നത് എന്താ? ദുഷ്ടന്മാരുടെ നിരൂപണങ്ങൾ ചതിവത്രേ എന്നാണ്. കൗൺസിൽ ഓഫ് ദ വിക്കേഡ് ഈസ് എന്താ പറയുന്നത്, ഈസ് ഡിസീറ്റ് എന്നാണ്. അതുപോലെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ബ്ലെസ്ഡ് ഈസ് ദ മാൻ ദാറ്റ് വാക്കത്ത് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആലോചന തരാനായിട്ട് പല ആളുകളും ഉണ്ടാകും. യോനാദാബിനെ പോലെ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എനിക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായത്തിൽ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ആഹാബ് രാജാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. 1 രാജാക്കന്മാർ 22 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലാണ്. ആഹാബ് രാജാവ് ഒരു യുദ്ധം ചെയ്യാനായിട്ട്, ഇസ്രായേലിന്റെ രാജാവാണ്, സിറിയയിലെ അരാമി രാജാവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകാനായിട്ട് പോകുമ്പോൾ യഹൂദ രാജാവായ യഹോശാഫാത്തിനെ ഇങ്ങനെ തന്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോ അവിടെ ആഹാബ് വളരെ ദുഷ്ടനായ രാജാവാണ്. ബാലിന്റെ ധാരാളം പ്രവാചകന്മാർ അവർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു, നീ പോവുക, നീ യുദ്ധം ചെയ്ത് അവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ യഹോശാഫാത്ത് ഒരു ദൈവഭക്തനായിരുന്നു. പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി ചോദിച്ചു, ഇനി നമുക്ക് കർത്താവിന്റെ ആലോചന, യഹോവയുടെ ആലോചന പറയാൻ ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആഹാബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുത്തനുണ്ട്, മീഖായാവ് എന്ന ഒരുത്തനുണ്ട്, പക്ഷെ അവനോട് ചോദിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്താന്നൊരു കാര്യം,
അവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് എനിക്ക് അവനോട് ചോദിക്കാനായിട്ട് ആഗ്രഹമില്ല. കണ്ടോ? അപ്പൊ ഇതാണ് many people don't want to hear the true counsel of the Lord because this will end them up in the അല്ലെങ്കിൽ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? They will end up in evil counsels. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്നോനെ സംബന്ധിച്ചിടത്തോളം അവൻ രാജാവിന്റെ മകനാണ്. ദൈവവചനം അവനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ദൈവവചനം അവനറിയാം ഇത് എത്രയോ മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ഈ ആഗ്രഹം വന്നപ്പോൾ he waited instead to listen to some counsels that will soothe him. അവന്റെ ആഗ്രഹത്തെ അവന്റെ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു ആലോചനയ്ക്ക് വേണ്ടി അവൻ കാത്തിരുന്നു എന്നുള്ളതാണ്. It teaches us that if we don't outrightly reject all such evil thoughts and if we don't repent, the stage is set for next temptation. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ അതിനെ തടയിടാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ പിന്നീട് മുന്നോട്ട് വരുന്നത് നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈവിൾ കൗൺസിലിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഹവ്വയെ സംബന്ധിച്ചിടത്തോളം അതാണ്. അങ്ങനെ ഒരു ആഗ്രഹം തന്റെ ഉള്ളിൽ ജനിപ്പിച്ചു. അവിടെ ആ സമയത്ത് the tempter came and started counseling her. പത്രോസിന് അങ്ങനെ സംഭവിച്ചു. കർത്താവെ നീ മരിക്കരുത്, കർത്താവ് മരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കർത്താവെ നീ മരിക്കരുന്ന ഒരു ആലോചന കർത്താവിന് കൊടുത്തു. നമ്മൾ കാണുന്നത് he received the sharpest rebuke from the Lord. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു firm no ഇല്ല. We have to say a firm no to all the Jonadabs of our lives. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധനമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പരിതസ്ഥിതികളായിരിക്കാം. It could be in different forms or appearances. പല വിധത്തിലായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ. വ്യക്തിയായിട്ട് കടന്നു വരാം, ഒരു സാധനമായിട്ട് കടന്നു വരാം, ഒരു സർക്കംസ്റ്റൻസ് ആയിട്ട് കടന്നു വരാം. പക്ഷെ എങ്ങനെയായാലും നമുക്ക് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു 2 കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് ചില ആളുകൾ ഈ കൗൺസിലിംഗ് വയ്ക്കുന്ന കാര്യം പറയുന്നതാണ്. ഒരു ലിറ്റിൽ ബിറ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ആളുകൾ നമ്മുടെ അടുത്ത് വരില്ല. അതായത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോകേണ്ട കാര്യമാണെങ്കിൽ നമ്മളോട് കൗൺസിൽ ആലോചന ചോദിക്കുകയില്ല. എന്നിട്ട് അത് ചെയ്ത് അതിൽ കുടുങ്ങിക്കിടന്ന് എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ വന്നേച്ച് സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഈ ഒരു നഷ്ടം വന്നു എന്നൊക്കെ വന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വളരെ ചില സമയത്ത് നമ്മൾ ഹെൽപ്ലെസ് ആയി പോകും. പിന്നെ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവർ അതുവരെ ഒന്നും ആലോചന ചോദിക്കില്ല. കാരണം അവർക്കറിയാം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പൊ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ഒരു UP-കാരനാണ്. അവനൊരു കല്യാണം കഴിക്കണം. പക്ഷെ അവനറിയാം വിശ്വാസി മാത്രമേ കല്യാണം കഴിക്കാനായിട്ട് പാടുള്ളൂ. അവൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു പെൺകുട്ടിയെ പോയി അവൻ കണ്ടു, അവൻ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവളോട് ഇപ്പൊ സുവിശേഷം പറയുക, എന്നിട്ട് അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പുള്ളി. എന്നിട്ടാണ് ഞങ്ങളോട് അറിയിക്കുന്നത് അവൾ ഓൾമോസ്റ്റ് ഒക്കെ രക്ഷിക്കപ്പെട്ടു, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകും. കാരണം അവനറിയാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയുമെന്ന് അറിയാം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയാണ് ചില ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ ആളുകൾ എങ്ങനെയെന്നറിയോ? അവര് നമ്മുടെ ആലോചന ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യേസ് പറഞ്ഞോണം എന്നുള്ള നിർബന്ധക്കാരാണ്. ഏതായാലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യേസ് പറയണം. അവർ പറയുന്നതിന് ഓക്കെ ബ്രദർ, നല്ലതാണ് എന്ന് പറയുന്ന യെസ് മാൻ ആയിരിക്കാനാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള 2 കൂട്ടം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആലോചന ചോദിക്കുന്നത് ഇങ്ങനെയുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ദൈവവചനം അനുസരിച്ച് നമുക്ക് ആലോചന പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കേൾക്കാനുള്ള തയ്യാറെടുപ്പോടെ വേണം നമ്മൾ ആലോചന ചോദിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അത് നോ ആണ് ദൈവവചനത്തിൽ നിന്നെങ്കിൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ദൈവവചനത്തിലെ വളരെ ദുഃഖകരമായ ചില സംഭവങ്ങൾ അറിയാം. രെഹോബയാം നമുക്കറിയാമല്ലോ, ശലോമന്റെ മകനായ രെഹോബയാം. അവൻ ആലോചന ചോദിച്ചത് തന്നോടുകൂടെ വളർന്ന ആ യൗവനക്കാരോടായിരുന്നു. അവര് മുതിർന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ആലോചനയെ നിരസിച്ചിട്ട് ഈ യൗവനക്കാരുടെ ആലോചന സ്വീകരിക്കുക വഴി ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത വണ്ണം ഇസ്രായേൽ രാജ്യം 2ആയി പിളർന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ തെറ്റായ ആലോചനയുടെ ഫലമാണ് പിന്നെ ഇസ്രായേൽ ഒരിക്കലും ഒരുമിച്ചായിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലും യഹൂദയും തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഹ്റോനെ കുറിച്ച് നമുക്കറിയാം. അഹ്റോൻ മോശ മലയിലേക്ക് കയറിപ്പോയപ്പോൾ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു? കുറെ ദിവസമായി, 14 ദിവസമായി ഞങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള ഈജിപ്തിലെ ദൈവങ്ങളെ പോലെ ഒരു ദൈവം, ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി തരണം. അഹ്റോൻ അവരുടെ ആലോചന കേട്ടു. അങ്ങനെ ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി കൊടുത്തു. എത്രയോ നഷ്ടമാണ്. എത്ര ആളുകളാണ്? 3000 ആളുകൾ അന്ന് തന്നെ മരിച്ചു. നമുക്കറിയാം ഇസ്രായേൽ അങ്ങനെ അവിടെ വെച്ച് തുടങ്ങുകയാണ്, ഈ ഐഡൽ വർഷിപ്പ് തുടങ്ങുകയാണ്. ലോത്തിന്റെ പെൺമക്കളെ കുറിച്ച് നമുക്കറിയാം. ഈ ലോകത്തിൽ ഇനി ഒരു പുരുഷൻ നമുക്കില്ല എന്ന് പറഞ്ഞ് അപ്പനെ മദ്യപിപ്പിച്ചിട്ട് മക്കളുണ്ടായത് നമുക്കറിയാം. മോവാബും അമ്മോന്യരും എന്ന ഏറ്റവും വളരെ 2 ജാതികൾ എന്നുമെന്നും ഇസ്രായേലിന് അവർക്ക് ഒരു കുടുക്കും കെണിയുമായി തീർന്ന 2 ജാതികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെയുള്ള
ഈവിൾ കൗൺസിലിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ചിലപ്പോ വളരെ ഭക്തരായിട്ടുള്ള ആളുകൾ അങ്ങനെ വീണിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചന ചോദിക്കുമ്പോൾ ഏറ്റവും ഭക്തരായുള്ളവരോട് ആലോചന ചോദിച്ചാൽ തന്നെയും ഫൈനലി ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ദ ബെസ്റ്റ് കൗൺസിലർ. കാരണം ദൈവത്തെ തെറ്റാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ ഇതാണ് യോനാദാബിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡേഞ്ചർ ഓഫ് ഗോയിങ് ആഫ്റ്റർ ഈവിൾ കൗൺസിൽ. ഇത് രണ്ടും നടക്കുമ്പോ, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനില്ലാതെ ശരിയല്ലാത്ത ആലോചന നമുക്ക് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൂന്നാമത്തെ ഡേഞ്ചറാണ് ദ ഡേഞ്ചർ ഓഫ് ദ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. ദ ഡേഞ്ചർ ഓഫ് ദ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. അതാണ് താമാറിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മള് തെറ്റായ ആലോചനയുടെ പുറകെ പോകുമ്പോൾ വിവേകവും ബുദ്ധിയും ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരും. നമുക്കറിയാമല്ലോ, എനിക്ക് താമാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. പക്ഷേ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. താമാർ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ അറ്റ് എ പേഴ്സൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കർത്താവ് പറഞ്ഞല്ലേ, വി ആർ ടോൾഡ് ടു ബി ഇന്നസെന്റ് ആസ് ഡൗസ് ആൻഡ് പാമ്പിനെ പോലെ എന്താ പറയുക, പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കാൻ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹാംലെസ് ആണെന്ന് തോന്നിയാൽ തന്നെയും നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഷീ ഷുഡ് ഹാവ് തോട്ട് വൈ ഐ ആം കോൾഡ് ഹിയർ, വൈ ഐ ഷുഡ് ഗോ ഇൻസൈഡ്. അവൾ ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോ അവൾക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അമ്നോന് രോഗം വരുമ്പോൾ, സാധാരണ രോഗം വരുമ്പോൾ എന്താണ്? വടയുണ്ടാക്കി കഴിച്ചോ, അപ്പം ഭക്ഷണം കഴിച്ചെന്നും അങ്ങനെ സാധാരണ രോഗങ്ങൾ മാറുന്ന രോഗമല്ല. അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. മാത്രമല്ല, രാജാവിന്റെ മകനാണ്. രാജാവിന്റെ മകനാവുമ്പോൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ആ രാജധാനിയിലുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ട്. ഹി ഷുഡ് ഹാവ് ബീൻ ട്രീറ്റഡ് ബൈ ദ പാലസ് ഡോക്ടേഴ്സ്. അപ്പോ മാത്രമല്ല, ഇനി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവൾ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണമായിട്ട് ഉള്ളിലേക്ക് വരണം എന്ന് പറയുമ്പോഴെങ്കിലും ആ സഹോദരി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യങ്ങൾ അത്രയും എത്തിയപ്പോഴെങ്കിലും ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഞാനും അവനും മാത്രമായി അവന് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അവന്റെ രോഗം മാറത്തക്ക വേണം. അത് എന്ത് രോഗമാണ് എന്ന് ആ രോഗം എനിക്ക് മനസ്സിലാകും എന്ന് ആ സഹോദരി ചിന്തിക്കേണ്ടതായിരുന്നു. Many have learning and degrees, much qualification, but when it comes to real life, to live an effective life, they are a failure. അത് പലപ്പോഴും നമുക്ക് ദുഃഖത്തോടെയാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒത്തിരി പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നത്? ജീവിതം ജീവിക്കാനായിട്ട് അറിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറയട്ടെ, കാശ് എങ്ങനെയാണ് ചെലവാക്കേണ്ടത് പലർക്കും അറിയില്ല. ഞാൻ ഒത്തിരി പേരെ കണ്ടത്, ഒത്തിരി പേരെ, എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അവർക്ക് കാശൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ആ കാശ് എങ്ങനെയാ ചെലവാക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പൊ 100 കിട്ടിയാൽ 150 ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് എന്നിട്ട് എന്നും ഒരു കടക്കാരാണ്, എന്നും കടക്കാരാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെനി ഡോണ്ട് ടേക്ക് വാർണിംഗ് സയൻസ് സീരിയസ്ലി. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ കാണുമ്പോൾ ഒന്ന് നിന്ന് ചിന്തിച്ച് ഇതിലുള്ള അപകടം എന്താണ് എന്ന് നാം ശ്രദ്ധിക്കേണ്ട. ഒത്തിരി ആ വിശ്വാസികൾ അങ്ങനെ കെയർലെസ് ആകുന്നതുകൊണ്ടാണ് പാപത്തിൽ പോയിട്ട് വീഴുന്നത്. അവർക്ക് ഒത്തിരി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും അവർക്ക് അതിനെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവർ അങ്ങനെ പോയി വീഴും. സോ വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. അതാണല്ലോ സദൃശവാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ശലോമോൻ, നമുക്കറിയാം, നമ്മുടെ മുമ്പാകെ വലിയൊരു ഉദാഹരണമാണ്. ഒരു പുസ്തകം ഞാൻ വായിച്ചു, ഹി ഈസ് ദ വൈസസ്റ്റ് ഫൂൾ എന്ന് ഞാൻ വായിച്ചു. ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ് ശലോനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തോരം ജ്ഞാനം സമ്പാദിച്ചു. ലോകത്തിലെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവവചനം കൊടുത്തിരുന്ന 3 പ്രിൻസിപ്പിള്, ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട 3 പ്രിൻസിപ്പിള് അത് ലംഘിച്ചപ്പോ തന്റെ ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം പറന്നുപോയി. വളരെ ഹി കട്ട് എ സോറി ഫിഗർ ബിഫോർ അസ്. അപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ ചിന്തിച്ചും ശ്രദ്ധിച്ചും ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാം. കാരണം ഒത്തിരി അപകടങ്ങൾ അവിടെ നമ്മുടെ മുമ്പാകെ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിവേകമായ തീരുമാനങ്ങൾ എടുത്തിട്ട് ജീവിതം അവസാനിപ്പിച്ച ഒത്തിരി ആളുകളുണ്ട്, നമുക്കറിയാം. കോടിപതികൾ, ലക്ഷാധിപതി കോടിപതികളൊക്കെ അവര് ആ വിധത്തിലായി അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവവചനം പറയുന്നതനുസരിച്ചുള്ള ബുദ്ധിയോടെയും ജ്ഞാനത്തോടെയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എല്ലാം എങ്ങനെ ചുമ്മാ ഒരു എന്താ പറയാ, വരുന്ന വഴിക്ക് വെച്ച് അതുപോലെ തീരുമാനം എടുത്ത് പോകാനായിട്ട് നമുക്ക് അനുവാദമില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ബുദ്ധിയോടെയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കാം.
നാലാമത്തത് ഡേഞ്ചർ ഓഫ് നോട്ട് ട്രീറ്റിംഗ് ദ സിൻ ദ വേ ഇറ്റ് ഷുഡ് ബി. ദ ഡേഞ്ചർ ഓഫ് നോട്ട് ട്രീറ്റിംഗ് സിൻ ദ വേ ഇറ്റ് ഷുഡ് ബി. പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നാലുള്ള അപകടമാണ് ദാവീദിന്റെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നത്. പാപത്തെ, ഡേഞ്ചർ ഓഫ് നോട്ട് ട്രീറ്റിംഗ് സിൻ ദ വേ ഇറ്റ് ഷുഡ് ബി. ദാവീദിനെ കാണുമ്പോൾ എനിക്ക് ദാവീദ് വളരെ ഭക്തനായ മനുഷ്യനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷേ ദാവീദ് ചില കാര്യങ്ങൾ നമുക്കറിയാം, നമുക്ക് ഒട്ടും മാതൃകയല്ല. ഇവിടെ ദാവീദിന് കോപമൊക്കെ വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും, ബട്ട് ഡേവിഡ് വാസ് നോട്ട് സീരിയസ്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ ആ വാക്യങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് പരിചയമായതുകൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. 21-ാം വാക്യത്തിലാണ് ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു എന്നാണ്. അപ്പൊ കോപം ജ്വലിച്ചതല്ലാതെ മാതൃകാപരമായിട്ട് തന്റെ മകനായ അമ്നോനെ ശിക്ഷിക്കാനായിട്ട് ദാവീദ് മുതിർന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ വലിയൊരു പ്രശ്നം. David was angry, but then he did not turn that anger into a proper righteous discipline. ദാവീദ് രാജാവാണെന്ന് ഓർക്കണം, രാജാവിന്റെ മകനാണെങ്കിലും രാജാവിന്റെ ഒരു പ്രജയാണെന്ന് ഓർക്കണം, അവന് കിട്ടുന്ന ഒരു എക്സംപ്ലറി പണിഷ്മെന്റ് ഉണ്ടെന്ന് ഓർക്കണം. അത് ചെയ്തിരുന്നെങ്കിൽ ശരി, ചിലപ്പോൾ അബ്ശാലോമിന്റെ കോപം അവന്റെ മേൽ ഉണ്ടാകാതെ പിന്നെയുള്ള സംഭവങ്ങൾക്കെങ്കിലും അവിടെ മാറ്റം വരുത്താമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഇത് നമ്മൾ വായിക്കുമ്പോൾ, ഇത് നമ്മൾ ഓർക്കുമ്പോഴേ നേരെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. ഏലിയും ഏലിയും 2 മക്കളും തമ്മിലുള്ള അവിടെയുള്ള സംഭവം. അവിടെ എന്താ കർത്താവ് ഏലിയെ കുറിച്ച് പറയുന്നത്? ദൈവം പറയുന്നത് എന്താണ്? ശമൂവേലിനോട് പറയുന്നത് അവരെ ശാസിച്ചമർത്തിയില്ല എന്നാണ്. ശാസിച്ചമർത്തിയില്ല. ഏലി ഡിഡ് നോട്ട് യൂസ് ഹിസ് പാരന്റൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റി. ഏലി അന്നത്തെ ന്യായാധിപനാണ്, ഏലി അന്നത്തെ പുരോഹിതനാണ്, ഏലി അന്നത്തെ ആ മക്കളുടെ അപ്പനാണ്. അപ്പൊ ഏലിക്കുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് അവരെ പണിഷ് ചെയ്യുന്ന അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ ശരിയായ മാതൃകാപരമായ ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ദയനീയ അവസ്ഥ ഏലിക്കുണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശാസിച്ചമർത്തിയില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗോഡ് ഡസന്റ് ടേക്ക് സിൻ എനി ലൈറ്റ്ലി. ദൈവം ഒരിക്കലും പാപത്തെ ലഘുവായിട്ട് കാണുന്നില്ല. കാൽവരിയിലെ കുരിശ് നമ്മളെ കാണിച്ചു തരുന്നതാണ്. ദൈവം പാപത്തെ അല്പമെങ്കിലും ലൈറ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് നിന്നെന്ന് അലറിക്കരയുന്ന വിധത്തില് പുത്രൻ തമ്പുരാന് അങ്ങനെ ഒരു കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. മാത്രമല്ല, നിത്യനരകം നമ്മെ കാണിക്കുന്നത് അത് തന്നെയാണ്. പാപത്തിന്റെ ഭീകരതയാണ്. പാപത്തെ ദൈവം ഒരു അല്പമെങ്കിലും ലൈറ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ അത്രത്തോളം പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ദൈവം ഒരിക്കലും പാപത്തെ ഒരു അല്പം പോലും അതിന്റെ സീരിയസ്നെസ് കുറച്ച് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ദ സീരിയസ്നെസ് ഓഫ് ആൻ ഇൻസൾട്ട് റൈസസ് വിത്ത് ദ ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ ഇൻസൾട്ടഡ്. ഇപ്പൊ ദൈവത്തോടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പാപം വളരെ വളരെ സീരിയസ് ആണ്. നമുക്കറിയാമല്ലോ, ശ്രേഷ്ഠ അപ്പസ്തലനായ പത്രോസിന്റെ മുമ്പാകെ നേരിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പൗലോസിന് സാധിച്ചത് ആ പാപത്തെ സീരിയസ് ആയിട്ട്, അല്ല പത്രോസിനോടുള്ള വിരോധം കൊണ്ടല്ലെന്ന് നമുക്കറിയാമല്ലോ, പാപത്തെ താൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. കർത്താവ് എന്തിനാ ദേവാലയത്തിൽ കയറിയിട്ട് ആ ചാട്ടുവാർ കൊണ്ട് അവരെയൊക്കെ അടിച്ചു പുറത്താക്കിയത്? ഇതാണ് കാര്യം. എന്റെ പിതാവിന്റെ ഈ പ്രാർത്ഥനാലയം, ഈ ആരാധിക്കാനുള്ള സ്ഥലം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പോ പാപത്തെ ഒട്ടും വെറുതെ വിടുന്ന ഒരു സ്വഭാവം അല്ല ദൈവത്തിന്. നമ്മളും പാപത്തെ വളരെ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അതാത് സമയത്ത് ഇപ്പൊ നമ്മള് വായിക്കുന്നില്ലേ, മുളയിലെ നുള്ളിക്കളയുക, നിപ്പിംഗ് ഇൻ ദ ബഡ്. പാപത്തെ ആ വിധത്തിൽ തന്നെ എടുക്കണം. People don't take it seriously, but when the things turn ugly or bad and the consequences then when they follow, then there is a frantic run. But by the time it has gone enough, it has gone far. അപ്പോ ഈ ദൈവവചനം പറയുന്ന ഈ സമ്പൂർണ്ണ ഈ ടോട്ടൽ ഡിപ്രാവിറ്റി എന്നൊക്കെ പറയുമ്പോഴേ ഇതാണ് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കരുതെന്നാണ് ലോകത്തിലെ ഫിലോസഫി ഒക്കെ പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറയട്ടെ, പാപത്തെ ലൈറ്റ് ആയിട്ട് എടുക്കാനുള്ള ചില കാരണങ്ങൾ ഞാൻ കണ്ട ഇതൊക്കെയാണ്. ഒന്ന്, ഈ നമ്മൾ പാപത്തെ കാണുന്ന, ലോകം പാപത്തെ കാണുന്ന പോലെ കാണുന്നതുകൊണ്ടാണ്. ദൈവം പാപത്തെ കാണുന്ന പോലെ നാം കാണാത്തത് കൊണ്ടാണ് നമുക്ക് പാപം നമ്മൾ ലൈറ്റ് ആയിട്ട് കാണുന്നത്, ലോകം കാണുന്ന പോലെ. 2, ആരെങ്കിലും ഒഫൻഡ് ചെയ്യുമോ? പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടമുള്ളവർ ഒഫൻഡ് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അവർ ചെയ്യുന്ന പാപത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണാറില്ല. അത് രണ്ടാമത്തത്. മൂന്നാമത്, ലൈക്ലി ഒപ്പോസിഷൻ വി മേ ഫേസ് വെൻ വി ആർ സ്ട്രിക്റ്റ് വിത്ത് ഡീലിംഗ്സ് ഇൻ. നമ്മൾ പാപത്തെയായിട്ട് ഇടപെടുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒപ്പോസിഷനെ പേടിച്ചിട്ട് നമ്മൾ ശരി പോട്ടെ എന്ന് വിചാരിക്കുന്നു. നാലാമത്, എ കെയർലെസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഈസി ഗോയിങ് ഓൺ സിൻ. പാപത്തെ അങ്ങനെ വളരെ
സാരില്ല സാരില്ല, ഹിന്ദിയിൽ പറയാറില്ലേ ചലേഗ ചലേഗ, അങ്ങനെ ചൽത്താ ഹെ, ദാറ്റ് ആറ്റിറ്റ്യൂഡ്. അഞ്ചാമത് ഞാൻ കാണുന്നത്, ബിക്കോസ് എവറി ആക്ട് ഓഫ് സിൻ, എസ്പെഷ്യലി ദ സ്മോൾ വൺസ്, ആർ നോട്ട് മെറ്റ് വിത്ത് കോൺസിക്വൻസസ് സ്ട്രേറ്റ് അവേ. നമ്മൾ ചെയ്യുന്ന പാപത്തിന് ഉടനെ അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു കാരണമാണ് പാപത്തെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നതിന്റെ കാര്യം. അപ്പോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, വിഷപ്പാമ്പ് പോലെ പാപത്തെ കാണുന്നതിന് പകരം ഐസ്ക്രീം കഴിക്കുന്ന പോലെയാണ് ഐസ്ക്രീം പോലെയാണ് ആളുകൾ പാപത്തെ കാണുന്നതെന്ന് ബിൽ സൺഡേ എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതുപോലെയാണ് പാപത്തെ കാണുന്നതെങ്കിൽ അത് വലിയ ഒരു അപകടമായി തീരും എന്നുള്ള കാര്യത്തിൽ ടൈറ്റാനിക് മുങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ വളരെ ലൈറ്റ് ആയിട്ട്, ഒരു ചെറിയ ഐസ് കഷ്ണം മാത്രമാണെന്ന് പറഞ്ഞത് അതിനെ ലൈറ്റ് ആയിട്ട് എടുത്തതാണ്. കർത്താവ് പറഞ്ഞ കൈ വെട്ടുന്നതിനെ കുറിച്ചും കാൽ വെട്ടുന്നതിനെ കുറിച്ചും കണ്ണ് ചൂട് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞത് പാപത്തിന്റെ സീരിയസ്നെസ് കാണിക്കാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇന്ന് പല സഭകളിലും പല കാര്യങ്ങൾ വരും കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. വിവാഹത്തെ അവിശ്വാസികളുമായിട്ട് വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് മറ്റ് പല കാര്യങ്ങളും വരുമ്പോൾ ആളുകൾ ഇന്ന് രണ്ടോ മൂന്നോ നാലോ ഗ്രൂപ്പുകളായി മാറുകയാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം, ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം, ഇത് നിങ്ങൾ പഴയ ആളുകളാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നെല്ലാം പറഞ്ഞ് പാപത്തെ വളരെ ലഘുവായി കാണുന്നത്, അല്ലെങ്കിൽ അതിനെ കോട്ട് ചെയ്തിട്ട് എന്താ പറയുന്നത്, അത് മധുരമുള്ള ഒരു ഗുളിയാക്കി തീർക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കുന്നുള്ള കാര്യം സംശയമില്ല. പാപത്തെ അതിൻ്റെതായ സീരിയസ്നെസ് നാം കാണേണ്ടതുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അത് നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. അഞ്ചാമതൊരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ, ദ ഡേഞ്ചർ ഓഫ് ഹാർബറിംഗ് ഹേറ്റ്രഡ്. വിദ്വേഷം, വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള അപകടമാണ് അബ്ശാലോമിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അബ്ശാലോമിന് വാസ്തവത്തിൽ തന്റെ പിതാവിനോടായിരുന്നു ദേഷ്യം. പിതാവിനെയും കൊല്ലേണ്ടതായിരുന്നു. നമുക്കറിയാം, ആ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അതിനു വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പിതാവിനെയും വിളിച്ചു, വരണം നിർബന്ധിച്ചു. ഏതായാലും പിതാവ് പോയില്ല, അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിതാവിനോട് തനിക്ക് ഭയങ്കര കോപം ഉണ്ടായി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, തന്റെ പെങ്ങളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ താമാറിനോട് അബ്ശാലോം പറയുന്നത് എന്നാന്നറിയോ, സഹോദരി അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. എന്തൊരു സൂത്രക്കാരനെന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ ഉള്ളിലുള്ള കോപത്തെ അടക്കി വെച്ചിട്ട് താൻ അവസരം കിട്ടാനായിട്ട്, തരം കിട്ടാനായിട്ട് നോക്കി നടന്നു. 2 വർഷക്കാലം തന്റെ ഉള്ളിൽ ആ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് താൻ ചെയ്തത് നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയുന്നത്, hate kills the person hated, but also the person who harbors it. ചിലപ്പോ ആരെയാണോ കൊല്ലാൻ ശ്രമിക്കുന്നത് ആ വ്യക്തി കൊല്ലപ്പെടും. പക്ഷേ ഈ ഹേറ്റഡ് വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും കൊല്ലപ്പെടും എന്നാണ്. അവൻ തന്നെത്താൻ കൊല്ലുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ കൊലപാതകം തന്നെ അതിന്റെ കാര്യമാണ്. കായന് ഹാബേലിനോട് ദേഷ്യം വന്നു, വെറുപ്പ് വന്നു, അങ്ങനെ കൊന്നു. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ്, ആരെങ്കിലും നമ്മുടെ സന്തോഷത്തിനും വിജയത്തിനും അഭിവൃദ്ധിക്കും ഭീഷണിയാണെന്ന് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് എന്നാണ് വെറുപ്പിനെ കുറിച്ച് പറയുന്നത്. ഒരാൾ വെറുക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് വേദന തരുന്ന അല്ലെങ്കിൽ തരാൻ സാധ്യതയുള്ള ആളായി നാം കാണുന്നു. അവർ മറ്റുള്ളവരെ പരിഹസിക്കും, താഴ്ത്തിക്കെട്ടും, ഏഷണി പറയും. അവർ മറ്റുള്ളവരെ പ്രശംസിക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുകയില്ല. അവർ മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ അവർക്ക് സാധിക്കുകയില്ല. ഇതാണ് ഏശാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഹേറ്റഡ്. തൽക്കാലം ഒരു പാച്ചപ്പായി എന്ന് നമുക്ക് തോന്നിയാൽ തന്നെയും എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കയ്പ് അത് വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഏദോമ്യർ എന്ന ഏശാവിന്റെ സന്തതി പരമ്പര എന്നും ഇസ്രായേലിന് എതിരായി തീർന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം കഴിഞ്ഞു. ഒരു കാര്യമൂടെ ഞാൻ പറയട്ടെ. ഒരു പിതാവ് തന്റെ മക്കൾക്ക് എഴുതി വെച്ച ബില്ലില്, ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ മിസ്റ്റർ ഡോണോ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ മക്കൾക്ക് എഴുതി വെച്ച ബില്ലില് വളരെ ഈ മക്കൾ നശിച്ചു പോകട്ടെ, ഈ മക്കൾ നിത്യ നരകത്തിൽ കടന്ന് വെന്തുരുകട്ടെ, ഈ മക്കൾക്ക് ഒരിക്കലും നന്മ വരില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർക്ക് $1 അവർക്ക് രണ്ട് പെൺമക്കൾക്കും അവരുടെ ബില്ലിൽ എഴുതി വെച്ചതെന്നാണ് ഞാൻ വായിച്ചത്. വെറുപ്പിന്റെ കാഠിന്യം അത്രയാണ്. യഹൂദന്മാര് വിചാരിച്ചിരുന്ന ജാതികള് ഈ നരകം നിത്യമായിട്ട് എരിയുന്നതിന്റെ കാരണം അവിടെ അതിലേക്ക് വേണ്ടി കൂടുതൽ ജാതികള് അതിന്റെ ഇന്ധനമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ജാതി ലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരു യഹൂദിന് കൊണ്ടുവരാനായിട്ട് ആ വിധത്തിൽ സഹായിക്കാനായിട്ട് യഹൂദിന് അനുവാദമില്ലായിരുന്നു എന്നുള്ളതാണ്. ശരി പ്രിയപ്പെട്ടവർ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ 5 പേരുടെ ജീവിതം നമുക്കൊരു പാഠമായിരിക്കട്ടെ എന്നുള്ളതാണ്. നമ്മള് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. കെയർലെസ് ആയിട്ട് ജീവിക്കാൻ അവസാന ശ്വാസം വരെ നമുക്ക് അനുവാദമില്ല. നമ്മെ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാല് ഇവരുടെ ജീവിതങ്ങൾ നമ്മുടെ സാക്ഷിയായി നിൽക്കുമ്പോൾ നമുക്ക് ഈ അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.